ഹായ് ഗൈസ്, നമ്മളിന്ന് വന്നുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് കഴിഞ്ഞാണ് കേട്ടോ. നമ്മളിതാ നേരെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഹാളിൽ വന്നപ്പോഴാട്ടോ നമ്മളെ മിക്കിക്കുട്ടൻ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അങ്ങനെ ഇതാ കിച്ചണിൽ വന്നിട്ട് ഫസ്റ്റ് നമ്മൾ ചായയാണ് കേട്ടോ ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ടേ ബാക്കിയൊക്കെ പോവുള്ളൂ. അപ്പോൾ ഇതാ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ടുള്ള ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര ഇട്ടാണെങ്കിൽ പെട്ടെന്ന് വെള്ളം തിളച്ച് കിട്ടും. പിന്നെ നമ്മൾ പച്ചരി ഇന്നലെ തന്നെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന് പച്ചരി അരച്ച ദോശയും പിന്നെ അതുപോലെ തന്നെ ചെമ്മീൻ കറിയാണ് കേട്ടോ. തേങ്ങ വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ ചെമ്മീൻ ഇന്നലെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ദോശക്കുള്ള പച്ചരി അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അതൊന്ന് അരച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള തേങ്ങ ഒക്കെ അരക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പച്ചരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. പച്ചരിയും ചെറിയ ജീരകവും ഉപ്പും കൂടെയാണ് കേട്ടോ ഞാൻ അരക്കൽ. അങ്ങനെ ഇതാ പാന് ചൂടായിട്ടുണ്ട്. അങ്ങനെ ദോശ ഓരോന്നായി ചുട്ടെടുക്കുകയാണ് കേട്ടോ. ദോശയും അതുപോലെ തന്നെ ചെമ്മീൻ തേങ്ങ അരച്ച കറി നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അങ്ങനെ ഞാനിവിടെ ദോശ അധികം ഉണ്ടാക്കൽ പച്ചരി അരച്ചിട്ട് തന്നെയാണ്. പൊടിയായിട്ടുള്ളത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അങ്ങനെ ഇതാ പുളിവെള്ളവും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഉപ്പ് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീനൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് തേങ്ങ അരപ്പും കൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കറി അങ്ങോട്ട് സെറ്റായി. അപ്പോൾ ഇതാ അതങ്ങനെ മൂടി വെച്ചതിന് ശേഷം ഞാൻ പെട്ടെന്ന് തേങ്ങ ഒന്ന് അരക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിലോട്ട് പച്ചമുളകും ചെറിയ ജീരകവും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടി മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചിട്ടുണ്ട്. പിന്നെ അതാ അത് അരപ്പ് അതിലോട്ട് ഒഴിച്ചിട്ട് ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനി കറി കുറച്ചൊന്ന് തുള്ളിയിട്ട് വരണം, തിള വരണം കേട്ടോ. അപ്പോഴാണ് നമ്മളെ കറീൻ്റെ പരുവം ആവുക. അപ്പോൾ അതുവരേക്കും നമ്മളിതാ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ കറി ഇവിടെ തുള്ളിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉലുവയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും കറിവേപ്പും കൂടെ ഒന്ന് പൊട്ടിച്ച് തൂമിച്ച് വെച്ചാൽ കറി അവിടെ സെറ്റായി. ഇനി അപ്പോഴത്തേന് ഞാൻ ദോശ അപ്പുറത്ത് ചുടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ തിരക്കില്ല. രാവിലെ ഒരു ചടപട ഒരു പണിയാണല്ലോ. അങ്ങനെ ഇതാ പാനിൽ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയും ഇതൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. അതങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നല്ല അടിപൊളി തേങ്ങ അരച്ച ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതും മൺചട്ടിയിലാട്ടാണ് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതാ ഫുഡിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മക്കളെ പോയി ഉണർത്തൽ ക്ലീനിങ്ങും ബാക്കി പരിപാടിയൊക്കെയാണ്. അങ്ങനെ ഇതാ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് അടിച്ച് തുടച്ച് മേലെയും താഴൊക്കെ അടിച്ച് തുടച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ വിളിക്കാൻ പോയ ഒരു ഇതാണ്. 2 പേരും കൂടി സ്നാക്കും ചോക്ലേറ്റും ഒക്കെ ബെഡിൽ കൊണ്ടുപോയിട്ട് തിന്നാം കേട്ടോ. എത്ര നന്നാക്കിയിട്ടും കാര്യമില്ല. അവർ രണ്ടാളും കൂടി ഉണ്ടാകുമ്പോൾ ഓരോരോ അലമ്പ് കാട്ടി അങ്ങനെ നടക്കൂട്ടാ. അങ്ങനെ അതാ അവർക്കുള്ള കഞ്ഞിയും കൂടി ഇവിടെ റെഡി ആക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞ്. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് അങ്ങനെ വല്ലാതെ ചോറ് കഴിക്കില്ല കേട്ടോ. ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചൂടായ കാരണം കഴിക്കുക. അവർക്ക് ചെറുപയറും നമ്മളെ റേഷൻ അരി ഉണ്ടല്ലോ അതും കൂടി ഇട്ടൊരു കഞ്ഞിയും അതുപോലെ ചമ്മന്തി മുട്ട പൊരിച്ചത് അങ്ങനെയൊക്കെ അവർക്കും ആക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൾ കൊടുക്കുക കേട്ടോ. ഓൾ കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ലൈക്കും കൂടെ തരിക കേട്ടോ. അങ്ങനെ ഇവിടെ ആ കഞ്ഞിയല്ല തിള വന്നപ്പോൾ ഇനി അത് ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. മൂടിയിട്ട് ഒരു 3 വിസിലടിച്ചാൽ കഞ്ഞിയുടെ റെഡി ആയിട്ടാ. അപ്പോഴേക്കും ഇതാ നമ്മുടെ ഹാളിൽ വെച്ചിട്ടുള്ള ഒരു ലീഫിൽ ഇതാ ചെടിയിൽ ലീഫ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കുകയാണ്. പിന്നെ ഇതാ സിറ്റ് ഔട്ടിലും കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയൊന്ന് നോക്കുക കേട്ടോ. നമ്മൾ മിക്ക ഉണ്ടായതുകൊണ്ട് അവൻ ഓരോ തട്ടിയിട്ട് ഓരോ നെയിലൊക്കെ തള്ളിയിട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അങ്ങനെ ഇതാ എല്ലാ ചെടികളൊന്ന് പോയി വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പണിയും നമ്മളതൊരു 10 മണി 10:15 ആകുമ്പോഴത്തേന് കഴിയൂട്ടാ. അങ്ങനെ ഇനി ഒന്ന് കുളിക്കാനും കൂടെ ഉള്ളൂ. അപ്പോൾ അതാ പൊറ്റവും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതിന് കുറച്ച് നേരം പത്രം ഇരുന്ന് അങ്ങനെ വായിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കുഞ്ഞു വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് കാണാം. ബൈ.